മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞു തീർക്കാൻ ആർക്കും സാധ്യമല്ലെന്നും എത്ര തന്നെ ദിവസങ്ങൾ പറഞ്ഞാലും അതെവിടെയും എത്തുകയില്ലെന്നും നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പാടിയ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, മിൻ ആയത്തിൽ മുഖ്താരിഹീന മൻ കഫറു സഅലൂഹു മിൻ ജാസിഹിൻ ശഖൽ ഖമർ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ അടുത്തു, ചന്ദ്രൻ പിളർന്നു. സഹീഹുൽ ബുഖാരിയിൽ ആ ആയത്തിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുരിഹും ആയ, ഒരു തെളിവ് കാണിച്ചു തരണം, താങ്കൾ അള്ളാഹുവിന്റെ നബിയാണ്, റസൂലാണ് എന്നതിന് ഒരു തെളിവ് കാണിച്ചു തരണം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫഅറാഹും ഇൻശിഖാഖൽ ഖമർ, ചന്ദ്രനിലേക്ക് ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചന്ദ്രൻ നേരെ രണ്ട് പിളർപ്പായി കാണുകയാണ് അവിടെയുള്ള മുശ്രിക്കുകൾ മുഴുവനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വലിയ മഅ്ജിസത്ത് ഇൻശിഖാഖുൽ ഖമർ, നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട്, ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ശഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി البدر شق بأمره والشمس إذ غربت له ردت بغير تردد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ ധാരാളമാണ്. മങ്കൂസ് മൗലിദിൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ളതാണ്. ഏത് അസൂയാലുമായ മനുഷ്യനും അതിന് സാക്ഷിയായി പോയതാണ്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതേ മക്കയിലെ കഠിന വിരോധികളായ മുശ്രിക്കുകളുടെ മുന്നിൽ അതാ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രൻ പിളർന്നതായി അവർ കാണുകയാണ്. അതാണ് അൽ ബദറു ശഖ ബി അംരിഹി വശംസു ഇദ് ഗറബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത് തന്നെയാണ് മഖ്ബൂസ് മൗലിദിലും പറഞ്ഞത്, അത് തന്നെയാണ് സഹീഹുൽ ബുഖാരിയിലും പറഞ്ഞത്, അത് തന്നെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവും പറഞ്ഞത്. ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. ആ ചന്ദ്രൻ പിളർന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പെരുമാൾ രാജാവ് കണ്ടു. പെരുമാൾ രാജാവ് കണ്ടു, അദ്ദേഹം അത് കുറിച്ചു വെച്ചു, ആ വിഷയം കുറിച്ചു വെച്ചു. അദ്ദേഹത്തിന് എന്താണ് സംഭവം എന്നറിയില്ല. പിൽക്കാലത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലം അത് കൊളംബോവിലാണ്. അവിടെയാണ് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത്. അവിടെ ആദം മല എന്ന ഒരു മലയുണ്ട്. ആ മലയുടെ മേലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം, കാല് പതിഞ്ഞ സ്ഥലമുണ്ട്. ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഹിജാസിൽ നിന്ന്, അറേബ്യയിൽ നിന്ന് അതാ സ്വഹാബികൾ, അവിടെയുള്ള മഹാന്മാര് പോകുമ്പോൾ അവർ കേരളത്തിൽ കപ്പലിറങ്ങി. ആ കപ്പലിറങ്ങിയ കക്ഷികളും രാജാവിനെ സന്ദർശിച്ച് സംസാരിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ചന്ദ്രൻ പിളർന്നതിനെ സംബന്ധിച്ച് അവർ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴാണ് രാജാവ് ആ ചന്ദ്രൻ പിളർന്നത് ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് അറേബ്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു ഹദിയ കൊടുക്കാൻ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്ത് സ്വീകരിക്കാറില്ല, സദഖ സ്വീകരിക്കാറില്ല, ധർമ്മം സ്വീകരിക്കാറില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ച് ബഹുമാനിച്ച് വല്ലതും കാഴ്ചവെച്ചാൽ അവിടുന്ന് മടക്കാറും ഇല്ല.
അത് അനുയായികൾക്കും കാഴ്ചവെക്കുന്നവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും അവരൊരു സാധനം കാഴ്ചവെച്ചാൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ മനസ്സിന് വിഷമമുണ്ടാകും. ഹദിയ കൊടുത്തിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ, ഞാനത് കൊടുത്തിട്ട് ആ ബഹുമാനമുള്ള വ്യക്തി ഞാൻ ആദരവോടെ കൊടുത്തിട്ട് മടക്കിയല്ലോ എന്നൊരു വേദനയുണ്ടാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഹദിയ കൊടുക്കാൻ വേണ്ടി രാജാവ് കൊണ്ടുപോയത് നമ്മുടെ കേരളത്തിൽ നിന്ന് നല്ല ഇഞ്ചി കിളച്ചെടുത്ത് ആ ഇഞ്ചി വലിയ ഭരണിയിലാക്കി ആ ഇഞ്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി കൊണ്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഇഞ്ചി എന്ന് പറയുന്നത് വലിയ മരുന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചികിത്സാ രീതി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം, പശുവിന്റെ പാല് ലബ്നുഹാ ദവാഉൻ ലഹ്മുഹാ ദാഉൻ വലബ്നുഹാ ദവാഉൻ, പശുവിന്റെ മാംസം രോഗമുണ്ടാകാൻ കാരണമുള്ള മാംസമാണ്, അതേസമയത്ത് പശുവിന്റെ പാല് അത് മരുന്നാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പശുവിന്റെ മാംസം, കാളയുടെ മാംസം, അതിന്റെ ദൂഷ്യവശങ്ങൾ നീക്കം ചെയ്യാൻ ഉതകുന്ന ഒരു വലിയ ഔഷധ വീര്യമുള്ള വസ്തുവാണ് ഇഞ്ചി. അതുകൊണ്ട് ഇഞ്ചി മാംസം പാകം ചെയ്യുമ്പോൾ നന്നായി ചേർത്താൽ മാംസത്തിന്റെ ദൂഷ്യവശങ്ങൾ ഒരുപാട് നീങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചികിത്സാ രീതി പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഞ്ചി വലിയൊരു മരുന്നാണ്. എല്ലാവർക്കും അറിയാം, ഏത് മരുന്നിലും ചുക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ചുക്ക് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇഞ്ചിയാണ് എന്ന് ഒരു ചുക്കും അറിയാത്തവനും അറിയാം. അപ്പൊ സഹോദരന്മാരെ, അപ്പൊ ഇഞ്ചി അതൊരു വലിയ മരുന്നാണ്, വളരെ വളരെ പ്രസിദ്ധമായൊരു മരുന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ആ ഇഞ്ചി ഭരണിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ രാജാവ് ഹദിയയായി കൊണ്ട് കൊടുത്തു. അതാണ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഹ്ദാ മലിക്കുൽ ഹിന്ദ്, അഹ്ദാ മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട് കൊടുത്തു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജറതൻ, ഒരു ഭരണി, ഫീഹാ സൻജബീലുൻ, അതിൽ ഇഞ്ചിയുണ്ട്. കാരണം ഇഞ്ചിയുള്ള ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊണ്ട് കൊടുത്ത രാജാവിന്റെ നാട്ടുകാരാണ് കേരളക്കാരായ നാം. അത് അഭിമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇഞ്ചി ഹദിയയായി ഞങ്ങളുടെ രാജാവ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി അത് ചെറിയ കഷ്ണമാക്കി നുറുക്കി ഒരു കഷ്ണം എനിക്കും തന്നിട്ടുണ്ടെന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ചന്ദ്രനെ പിളർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ആ മഅ്ജിദത്ത് പറഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാ പാടുകയാണ്, നതഖൽ ജമാദു വനഹുഹു മിമ്മസ്തഹർ ലിൽമുസ്തഫൽ ഹാദി വസഹബിഹിൽ ഖബർ. എത്രയോ അചേതന വസ്തുക്കൾ, എത്രയോ കല്ലുകൾ, അതുപോലുള്ള സാധനങ്ങൾ, ജീവനില്ലാത്ത സാധനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അസൻഫഅമിൻ മയ്യിത്തിൻ നിദ്ഖിൻ മദർ വബിൻ ഹിമാരിൻ ലൈബത്തിൻ ബിൻ ഹജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വടി സംസാരിച്ചിട്ടുണ്ട്, മയ്യത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈത്തപ്പനക്കൊല സംസാരിച്ചിട്ടുണ്ട്, മണ്ണിന്റെ കട്ട സംസാരിച്ചിട്ടുണ്ട്, ഉടുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കഴുത സംസാരിച്ചിട്ടുണ്ട്, മാന് സംസാരിച്ചിട്ടുണ്ട്, ചെന്നായ സംസാരിച്ചിട്ടുണ്ട്, കല്ല് സംസാരിച്ചിട്ടുണ്ട്, ജമലിൻ വിറാഇൻ നാഖത്തിൻ ജബലിൻ ശജർ സമ്മിൻ തുറാബിൻ സബുവത്തിൻ തിഫീലിൻ ഹജർ. ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്, അറുക്കപ്പെട്ട ജീവിയുടെ കയ്യിന്റെ കഷ്ണം, അങ്ങനെ കയ്യിന്റെ കഷ്ണം സംസാരിച്ചിട്ടുണ്ട്, പെണ്ണൊട്ടകം സംസാരിച്ചിട്ടുണ്ട്, പർവ്വതം സംസാരിച്ചിട്ടുണ്ട്, മരം സംസാരിച്ചിട്ടുണ്ട്, മണ്ണ് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ സിംഹക്കുട്ടി സംസാരിച്ചിട്ടുണ്ട്, മടിയിൽ കിടക്കുന്ന ചെറിയ പിഞ്ചുകുട്ടി സംസാരിച്ചിട്ടുണ്ട്. ഫഅലൈനി ശാത്തിൻ ദാജിനിൻ ദാതി സിഗർ ഹിതാനി ബൈത്തിൻ അതബത്തിൻ വഹസുൽ ഖഫർ. അതാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറുതും വലുതുമൊക്കെ സംസാരിച്ചു.
സംസാരിച്ചിട്ടുണ്ട്. വീട്ടിന്റെ മതിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനധികം പറയണം? വൽജിദു ഹന്ന ഇലൈഹി മിൻ ഫഖദി ദിക്ർ യബ്കി ഫകസുറബുകഉഹും അയ്മൻ ഹവർ ഫജമീഉഹാ മിഉലു വിതാ ഖദ് അഖർ ബിലിസാനി ഹാലിൻ വൽ മഖാലി കമാ ദുകിർ. ഉണങ്ങിയ ഈത്തപ്പനയുടെ കഷ്ണം, ആ ഈത്തപ്പന കഷ്ണത്തിലേക്ക് ചാരി നിന്ന് ഖുതുബ ഓതിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മിമ്പർ നിർമ്മിക്കപ്പെട്ടതിന് ശേഷം മിമ്പറിലേക്ക് മാറിയപ്പോൾ അതുവരെ ഖുതുബയാകുന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരി നിന്ന് നിർവഹിച്ചിരുന്ന ആ ഈത്തപ്പനയുടെ കഷ്ണം അത് കരയാൻ തുടങ്ങി. ആ കരച്ചിലുണ്ടായപ്പോ യബ്കി ഫകസുറബുകഉഹും അയ്മൻ ഹദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചാരി നിൽക്കുന്ന ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയതിനാൽ മരക്കഷ്ണം കരയുന്നത് കണ്ടപ്പോൾ അവിടെ പള്ളിയിൽ പങ്കെടുത്ത സർവ്വ സഹാബികളും അവരെല്ലാം കരഞ്ഞുപോയി. അങ്ങനെ എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ഒരുപോലെ വല്ലാതെ സ്നേഹിച്ച ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവ് സഹോദരന്മാരെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ നബിയെ നമുക്ക് പറഞ്ഞേത്തു തന്ന നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിന്റെ മധുരം. ഈമാനിന്റെ മധുരം അവിടെയാണ്. അല്ലാഹുവിനെ പ്രിയം വെക്കുക, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക. അല്ലാഹു പറയുകയാണ്, ഖുൽ പറയൂ നബിയേ, ഇൻ കാന ആബാഉകും വ അബ്നാഉകും, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുകും, നിങ്ങളുടെ ഭാര്യമാർ, വ അശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തുകൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിനു തർളൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഈ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാൾ, അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾക്ക് താല്പര്യം, നിങ്ങളെ ബാപ്പയും നിങ്ങളെ സന്താനവും നിങ്ങളെ സഹോദരന്മാരും ഭാര്യമാരും കുടുംബങ്ങളും നിങ്ങളെ സമ്പത്തുകളും നിങ്ങളെ വീടുകളുമാണെങ്കിൽ വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ വഴിയിൽ അധ്വാനിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് താല്പര്യം ദുനിയാവിലുള്ള നിങ്ങളെ കുടുംബങ്ങളും വീട്ടുകാരും വീടും ബന്ധവും അതുപോലെ നിങ്ങളെ കച്ചവടങ്ങളും വസ്തുക്കളുമാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരല്ല. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചവരാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലേറ്റവും സ്നേഹം അല്ലാഹുവിനെയാകണം, അവന്റെ റസൂലിനെയാകണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കലും ചെലവഴിക്കലുമാകണം. അതിനപ്പുറമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനം കാത്തിരുന്നു കൊള്ളണം. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ജനങ്ങളെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കുകയില്ല. നിങ്ങളുടെ മനസ്സ് 100% അല്ലാഹുവിനെ പ്രിയം വെക്കുന്നതാകണം, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നതാകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. കാരണം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നന്ദിയില്ലാത്ത ജനങ്ങളായി പോകും നിങ്ങൾ. വെള്ളം തന്ന രാജാവിനോട് നന്ദിയില്ലാത്തവരായി പോകും നിങ്ങൾ.
ആ രാജാവ് ഏറ്റവും പ്രിയം വെക്കുന്ന നേതാവിനെ നിങ്ങൾ പ്രിയം വെക്കുന്നില്ലെങ്കിൽ, ആ രാജാവിനെ പ്രിയം വെക്കുന്നില്ലെങ്കിൽ, ആ രാജാവിന്റെ അടിമകളിൽ ഏറ്റവും നന്ദി കെട്ടവരായി പോകും നിങ്ങൾ. അതിനാൽ സഹോദരന്മാരെ, ഏറ്റവും കൂടുതൽ പ്രിയം വെക്കപ്പെടേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ.